നമ്മൾ ഈ ജീവൻ്റെ അംശം ഭൂമിയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? ഈ പ്രപഞ്ചം, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം ഈ ഭൂമിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉള്ളതായിട്ട് അങ്ങനെയുള്ള കണ്ടെത്തലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചോദ്യത്തിലൊരു പശവുണ്ട്. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ മൊത്തം ഉൾപ്പെടുന്നതാണ്. ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചുറ്റുപാട്, ഭൂമിയിലെ പ്രപഞ്ചം. ഓക്കെ, എന്തോ ആട്ടെ. ഇപ്പം മനുഷ്യൻ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ച കാലം മുതൽ അന്വേഷിക്കുന്ന ഒരു സാധനമാണ്, നമ്മൾ ഇവിടെ ഒറ്റയ്ക്കാണോ അതോ നമ്മുടെ കൂട്ടുകാരായിട്ട് വേറെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ മനുഷ്യന് ഭൂമിയിൽ ജീവൻ അസാധ്യമാകുന്ന ഒരു ഘട്ടത്തിൽ വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ, ഒരു രക്ഷാമാർഗം എന്ന നിലയിൽ മറ്റെവിടെയെങ്കിലും പോകാൻ പറ്റുമോ, ഈ ചോദ്യം ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് സൂര്യനും സൂര്യനെ ചുറ്റുന്ന 9 ഗ്രഹങ്ങളും. ഇപ്പൊ അത് 8 ചുരുങ്ങി. ചൊവ്വയിൽ ഒരു കോളനി സ്ഥാപിക്കാനായിട്ട് നമുക്ക് പ്ലാനുണ്ട്. ചന്ദ്രനിൽ പോയി സ്ഥാപിച്ചാലോ എന്നൊക്കെ ആലോചനയുണ്ട്. പക്ഷെ അതും അത്ര പോസിബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. കാര്യം അവിടുത്തെ അന്തരീക്ഷവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും നമ്മൾ അതിനെ സംബന്ധിച്ചൊരു ആശങ്ക ഇപ്പോഴും ഉണ്ട്. അത് പൂർണ്ണമായിട്ട് അവിടെ മനുഷ്യവാസം സാധ്യമാണോ നമുക്കറിയില്ല. ഇനി മനുഷ്യവാസം സാധ്യമാകുന്ന തരത്തിലേക്ക് അവിടുത്തെ അന്തരീക്ഷത്തെ പാകപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് നിലവിലൊരു അനുമാനം. എന്നാൽ ഈ ഒരു പരിപാടിയും വേണ്ടത് നേരെ ചെന്ന് അവിടെ ചെന്ന് വീടും വെച്ച് താമസിച്ചാൽ മതി എന്ന രീതിയിൽ ഭൂമിക്ക് സമാനമായ സാഹചര്യങ്ങളുള്ള നിരവധി സ്ഥലങ്ങൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതിൽ ഏതാനും ഇനിയും വരാനുണ്ട്. നമ്മൾ കണ്ടെത്തിയതിൽ വെച്ച് നമ്മൾ ചില ദൂരദർശിനികൾ ബഹിരാകാശത്ത് വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദൂരദർശിനികളിൽ പതിഞ്ഞ ചില സംഗതികളെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒരു 5 എണ്ണത്തിൻ്റെ കാര്യം നമുക്ക് പറയാം. അതൊന്ന് പ്രോക്സിമ സെഞ്ചൂറിയ എന്ന് പറയുന്ന സ്ഥലത്തത്, പിന്നെ ട്രാപ്പീസ് 1E, കെപ്ലർ 452b, ടീ ഗാർഡൻസ് ബി, പിന്നെ ഭൂമിയോട് ഏറ്റവും സാദൃശ്യമുള്ള കെപ്ലർ 1649c. അപ്പോൾ ഈ സീരിയൽ നമ്പരും അതേപോലെ തന്നെ ഒരു കോഡും ചേർത്താണ് ഇതൊക്കെ വിളിക്കുക. ഇപ്പോൾ കെപ്ലർ എന്ന പേര് വരാൻ കാരണം കെപ്ലർ എന്ന് പറയുന്ന ദൂരദർശിനിയിൽ കണ്ടെത്തിയത് കൊണ്ടാണ്. അപ്പോൾ കെപ്ലർ കണ്ടെത്തിയ 1649 നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുന്ന ഒരു ഗ്രഹം, അതാണ് സി. അങ്ങനെ കെപ്ലർ 1649c എന്ന് പറയുന്ന നമ്മുടെ ഭൂമിയിൽ നിന്ന് 300 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ അവിടെ തന്നെ ആദ്യത്തെ ഗ്യാസ് പോയി. കാരണം 300 പ്രകാശവർഷം അകലെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെ മനുഷ്യന് ജീവൻ സാധ്യമാണെങ്കിൽ പോലും മനുഷ്യൻ അങ്ങോട്ട് എത്തിപ്പെടുക ഇന്നത്തെ സാങ്കേതിക വിദ്യ വെച്ച് സാധിക്കില്ല. കാരണം 300 പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മി ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുക. പ്രകാശം അതിൻ്റെ വേഗത, അതായത് സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും പ്രകാശം. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം 9.46 ലക്ഷം കോടി കിലോമീറ്റർ സഞ്ചരിക്കും പ്രകാശം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു പ്രകാശരശ്മി പുറപ്പെട്ട് ഇവിടെ വരാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഈ പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചാൽ ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ബഹിരാകാശ വാഹനങ്ങൾക്ക് പോലും ഇതിൻ്റെ ഇപ്പം നമ്മുടെ മുൻപിൽ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കൊമേഴ്സ്യൽ ജെറ്റ് മണിക്കൂറിൽ പരമാവധി 900 കിലോമീറ്റർ ആണ് അതിന് സഞ്ചരിക്കാൻ പറ്റുക. 1000 കൂട്ട് അതിന് പോലും സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു റോക്കറ്റിന് പോലും അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിക്കില്ല. ഈ 300 പ്രകാശവർഷം ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഈ രീതിയിൽ ഇത്രയും ദൂരത്തുള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടുക നിലവിൽ അസാധ്യമാണ്. അല്ലെങ്കിൽ ഈ നമ്മുടെ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നു പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്ന അവർ വരുന്ന പോലുള്ള തരത്തിലുള്ള വാഹനങ്ങൾ, കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് അപ്രത്യക്ഷമാകുന്ന അമ്മാതിരിയുള്ള വാഹനങ്ങൾ മനുഷ്യനും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന കെപ്ലർ 1649c എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് 300 പ്രകാശവർഷം അകലെയാണെങ്കിലും ഇതിന് ഭൂമിയുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഇതൊരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെയാണ് ഇത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുവന്ന കുള്ളൻ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ അത്ര പ്രഭാവലയമില്ലാത്ത, ചുവന്ന് തുടുത്ത് കാണും അത്രയും ജ്വാലകളില്ലാത്ത ഒരു നക്ഷത്രം എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതായത് സൂര്യൻ്റെ ഉപരിതല താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഈ ചുവന്ന കുള്ളൻ നക്ഷത്രത്തിൻ്റെ താപനില 2960 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. അതിൻ്റെ പകുതി പോലും ഇല്ല, അല്ലെങ്കിൽ പകുതിയേ ഉള്ളൂ. പിന്നെ ഇത് സൂര്യനേക്കാൾ ആയുസ് കുറഞ്ഞ ഒരു നക്ഷത്രമാണ്. കാര്യം ഇത് മുമ്പെപ്പോഴോ ജ്വലിച്ച് നിന്ന് പിന്നീട് അതിൻ്റെ വാതകങ്ങളൊക്കെ തീർന്നു പോയി കെട്ടുപോയ അവസ്ഥയിൽ വെറുതെ തിളങ്ങി നിൽക്കുന്ന, ഇപ്പോൾ ജ്വലിച്ചുകൊണ്ടിരുന്നിട്ട് തീ കെട്ടുമ്പോൾ കനൽ മാത്രം നിൽക്കുന്നൊരവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് ഈ ചുവന്ന കുള്ളൻ നക്ഷത്രം എന്ന് വിളിക്കുക. പിന്നെ
ആ ഒരു നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എത്രത്തോളം ജീവിതം സാധ്യമാണെന്നതിനെക്കുറിച്ചൊരു ആശങ്കയുണ്ട്. കാരണം ഇത് ഈ പറയുന്ന 1649 എന്ന് പറയുന്ന ഈ ഗ്രഹം അതിൻ്റെ മാതൃഗ്രഹമായ ആ ചുവന്ന കുള്ളൻ നക്ഷത്രവുമായിട്ട് വലിയ അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അതിന് മൊത്തം ചുറ്റി വരാനായിട്ട് 19.5 ദിവസം മതി. അതായത് നമ്മൾ സൂര്യനെ അടുത്ത് നിൽക്കും തോറും ഈ ദൂരം കുറയുകയാണ്, ചുറ്റാനുള്ള സമയം കുറച്ചു മതി. ഭൂമിയിൽ സൂര്യനുമായിട്ടുള്ള അകലം കൂടുതലായതുകൊണ്ടാണ് 365 ദിവസം കൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ 64 ദിവസം കൊണ്ട് അതിനെ മൊത്തം ചുറ്റി വരുന്നത്. പക്ഷേ ഈ ഗ്രഹത്തിന് അകലം കുറവായതുകൊണ്ട് 19.5 ദിവസം മതി. അപ്പോൾ ഇത്ര അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ മാതൃനക്ഷത്രത്തിൽ നിന്ന് ഗുരുതരമായ അൾട്രാ വയലറ്റ് കിരണങ്ങളോ അതേപോലെയുള്ള രശ്മികളോ ഒക്കെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് ഭൂമിയിൽ സൂര്യനിൽ നിന്ന് കിട്ടുന്ന സൗരോർജം എത്രയാണോ അതിൻ്റെ 75% ഈ 1649 എന്ന് പറയുന്ന ഈ ഗ്രഹത്തിന് അതിൻ്റെ മാതൃഗ്രഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ജീവൻ്റെ നിലനിൽപ്പിന് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അത് ഒരു ഹാബിറ്റബിൾ സോണിലുമാണ് നിൽക്കുന്നത്. ഹാബിറ്റബിൾ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹത്തിൽ വെള്ളം അതിൻ്റെ ദ്രവാവസ്ഥയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. ഒരുപാട് ചൂടാണെങ്കിൽ അത് നീരാവിയായിട്ട് പോകും, ചൂട് കുറവാണെങ്കിൽ അത് ഐസായിട്ട് പോകും. അപ്പോൾ അത് ദ്രവരൂപത്തിൽ തന്നെ ഉണ്ട്. അതാണ് അതിനെ ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്നത്. പിന്നെ ഒരു കുഴപ്പം, ഒരു ടൈഡൽ ലോക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നം ചിലപ്പോൾ ഇതിനുണ്ടായേക്കാം. ടൈഡൽ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭൂമി ടൈഡൽ ലോക്കിലല്ല, അതുകൊണ്ട് ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകും. എല്ലാ വശത്തും വെളിച്ചം വരുന്നുണ്ട്. ഒരു സൈഡിൽ വെളിച്ചം വരുമ്പോൾ മറുവശം ഇരുട്ട്, അവിടെ രാത്രി. പക്ഷെ ഇവിടെ ഈ ടൈഡൽ ലോക്കിൽ പെട്ടു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വെളിച്ചം, അപ്പോൾ ഈ ഗ്രഹത്തിന്റെ മറുവശം എപ്പോഴും ഇരുട്ടായിരിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് സദാ പകലും ഒരു സ്ഥലത്ത് സദാ ഇരുട്ട് രാത്രിയുമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ 1649 കെപ്ലർ 1649 ഭൂമിയായിട്ട് ഏറ്റവും സാദൃശ്യമുള്ള ഈ ഗ്രഹത്തെക്കുറിച്ച് പൊതുവിൽ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. എന്നാൽ മറ്റേയും ചില സാധ്യതകളൊക്കെ ഉണ്ട്. അതൊന്ന് പ്രോക്സിമ സെന്റിനറി എന്ന് പറയുന്ന നമ്മുടെ സൂര്യനുമായിട്ട് അല്ലെങ്കിൽ ഭൂമിയുമായിട്ട് ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലമാണ്. അത് ഇവിടെ നിന്ന് 4.24 പ്രകാശവർഷം മാത്രം അകലെയാണ്. അപ്പോൾ 4.24 പ്രകാശവർഷം ഉള്ളല്ലോ എങ്കിൽ നമുക്ക് അങ്ങ് പോയിക്കളയാം എന്ന് തീരുമാനിച്ചാലും നടപടിയാവില്ല. കാരണം ഇതും മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. നമ്മൾ വോയേജർ എന്ന് പറയുന്നൊരു പേടകം ഇവിടെ നിന്ന് വിക്ഷേപിച്ചിരുന്നു. വിക്ഷേപിച്ചത് ഏതാണ്ട് 1977 രണ്ടെണ്ണം വിക്ഷേപിച്ചു, വോയേജർ 1ഉം വോയേജർ 2ഉം. ആദ്യം പോയത് ഇവിടുന്ന് വോയേജർ 2 ആണ് 1977 ഓഗസ്റ്റ് 2-ന്. വോയേജർ 1 പോയത് അതിനുശേഷമാണ്, സെപ്റ്റംബർ 5-നാണ് 77 തന്നെ. അതായത് നമ്മുടെ സൗരയൂഥവും കടന്ന് നമ്മുടെ ലോകം, നമ്മൾ കണ്ടി പരിചയിച്ച ലോകം സൂര്യനും 9 ഗ്രഹങ്ങളുള്ളൂ. അപ്പൊ ഇതിന് പുറത്തുള്ള സ്ഥലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ് ഈ വോയേജർ. ഈ വോയേജർ 1977 ഇവിടുന്ന് പുറപ്പെട്ടിട്ട് ഇതുവരെ അത് സഞ്ചരിച്ചത് ഒരു പ്രകാശ ദിവസം പോലും ആയിട്ടില്ല. മനസ്സിലായോ? ഒരു പ്രകാശ ദിവസം പോലും ആയിട്ടില്ല. പിന്നെ എങ്ങനെ ഒരു പ്രകാശ വർഷമോ എത്ര കാലം കഴിയണം? മനസ്സിലായി. അപ്പൊ ഇവിടെ നിന്ന് പോയ ഈ അല്ല, അത് എത്തുവോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും ഏറ്റവും ഒടുവിലത്തെ സിഗ്നൽ കിട്ടിയപ്പോൾ നമ്മുടെ സൂര്യനോടിത്, സൂര്യന്റെ ആ ഏരിയ ഉണ്ടല്ലോ സൗരയൂഥം, അതും കടന്നു പോയിട്ടുണ്ട്. 9 ഗ്രഹങ്ങളും കടന്ന് നമ്മുടെ ഈ ലോകം കഴിഞ്ഞത് പുറത്തു പോയിട്ടുണ്ട്. അതിനുശേഷം അത് എവിടെ എത്തിച്ച് ആരുടെങ്കിലും കയ്യിൽ കിട്ടുമ്പോൾ അവരിത് ഡീകോഡ് ചെയ്ത് നമ്മളൊരു ഡിസ്ക് ഒക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ചില ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത് ഇതൊക്കെ മനസ്സിലാക്കി ആരെങ്കിലും റിപ്ലൈ ചെയ്താലായി. നമ്മളൊരു പ്രതീക്ഷ മാത്രം. അപ്പൊ ഈ വോയേജർ 1 ഇവിടുന്ന് പുറപ്പെട്ടത് 77-ലാണ്. അവർ ഇതുവരെ പിന്നിട്ടത് 2548 കോടി കിലോമീറ്ററാണ്. അപ്പോഴും ഒരു പ്രകാശ ദിവസം പോലും ആയിട്ടില്ല. അപ്പോൾ ഈ 4.24 പ്രകാശ വർഷം തൊട്ടടുത്തുള്ള സ്ഥലം അതാണ് നമ്മൾ കണ്ടെത്തിയത്. അങ്ങോട്ടേക്ക് എത്താനായിട്ട് എത്ര സമയം വേണ്ടി വരും? എത്ര കാലം വേണ്ടി വരും? പോട്ടെ, ഒരു മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യം നമ്മൾ ഇപ്പോൾ കണക്കാക്കുന്ന ഒരു 60-65 വയസ്സ്, ഒരു 80, പോട്ടെ 100 വയസ്സായിക്കോട്ടെ, അവൻ ജനിച്ചെന്ന് തന്നെ ഇവിടുന്ന് പുറപ്പെട്ടാലും അവിടെ എത്തത്തില്ല. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വെക്കാമെന്നല്ലാണ്ട് അങ്ങോട്ടേക്ക് എത്താനായിട്ടുള്ള സാങ്കേതിക വിദ്യ ഇല്ല എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഈ പ്രോക്സിമ സെന്റിനറി ബി എന്ന് പറയുന്ന ഈ ഏറ്റവും അടുത്തുള്ള 4.24 പ്രകാശവർഷം അകലെയുള്ള ഈ ഗ്രഹം ഒരു പാറ നിറഞ്ഞ ഗ്രഹമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത്.
ഭൂമിയേക്കാൾ 1.07 മടങ്ങ് വലിപ്പമുള്ള ഒരു പ്രദേശമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇതും അതിന്റെ നക്ഷത്രത്തിൽ നിന്നും 11.2 ദിവസം മാത്രം എടുത്ത് കറങ്ങുന്ന ഒരു സ്ഥലമാണ്, ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് അവിടുത്തെ ഒരു വർഷം 11.2 ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന അതിന്റെ മാതൃഗ്രഹം വളരെ തീവ്രത കുറഞ്ഞതായതുകൊണ്ട്, വളരെ മങ്ങിയ ഒരു കുള്ളൻ നക്ഷത്രമായതുകൊണ്ട് അത് അതിന്റെ ഹാബിറ്റബിൾ സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു അനുകൂലമായ ഒരു ഊഷ്മാവാണ് അതിനും കിട്ടുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. വെള്ളം ഉണ്ട് അവിടെ. അതെ, അനുകൂലമായ ഹാബിറ്റബിൾ സോൺ എന്ന് പറഞ്ഞാൽ അവിടെ ദ്രവാവസ്ഥയിൽ വെള്ളം ഉണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. വെള്ളം ഉണ്ടെങ്കിൽ ദ്രവാവസ്ഥയിലുണ്ട്, വെള്ളം അങ്ങനെ തന്നെ പറയണം. പിന്നെ അതും ഒരു ടൈഡൽ ലോക്കിൽ തന്നെയാണ്. അവിടെയും ഒരു ഭാഗം പകലും ഒരു ഭാഗം രാത്രിയുമായിട്ടാണ് കാണപ്പെടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ഈ പറയുന്ന 4.24 മാത്രം അകലെ ഉള്ളത് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ചില കോടീശ്വരന്മാരെല്ലാരും കൂടി അങ്ങോട്ടേക്ക് ഒരു പേടകത്തെ അയക്കാനായിട്ടുള്ളൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിന്റെ പേര് ബ്രേക്ക് ത്രൂ സ്റ്റാർ ഷോട്ട് എന്നാണ്. അത് ഇവിടുന്ന് പുറപ്പെട്ടാൽ 20 വർഷം കൊണ്ടേ അവിടെ എത്തുള്ളൂ. പക്ഷെ ആ എത്തുന്നത് ചെറിയ ചിപ്പുകളുടെ മാത്രം വലിപ്പമുള്ള ഒന്നിലധികം സാറ്റലൈറ്റുകൾ സംയോജിപ്പിച്ച് ലേസർ സാങ്കേതിക വിദ്യയിലോടുകൂടി ഭൂമിയിൽ നിന്ന് നിയന്ത്രിച്ച് അങ്ങോട്ട്, അതായത് വേഗത വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. സാധാരണ ബഹിരാകാശ പേടക അല്ലെങ്കിൽ റോക്കറ്റിനേക്കാൾ വേഗത വർദ്ധിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് എത്തിച്ചാൽ ഏതാണ്ട് 20 വർഷം കൊണ്ട് അവർ എത്തുമെന്ന് കണക്കാക്കുന്നു. അതിനുള്ള സാങ്കേതിക വിദ്യയും നടപടികളായിട്ട് അവർ മുമ്പോട്ട് പോകുന്നുണ്ട്. തമ്പുരാൻ അറിയാം വിജയിക്കുകയോ ഇല്ല എന്നുള്ളത്. ഏതായാലും അത് മാത്രം കൊണ്ട് തീർന്നില്ല. പിന്നെ ഒന്നാണ് ട്രിപ്പിസ്റ്റ് 1E. ഇത് ഭൂമിയിൽ നിന്ന് 40 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ജീവൻ നിലനിൽക്കാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലമായിട്ടാണ് ഇതിനെ കാണുന്നത് തന്നെ. ഇത് അക്വറിസ് എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. 2017 ഇത് കണ്ടെത്തിയത്. ഭൂമിയേക്കാൾ വലിപ്പം കുറവാണ്. പിന്നെ അവിടെ പാറകളും ഭൂമിക്ക് സമാനമായ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഭൂമിയിൽ സൂര്യനിൽ നിന്ന് കിട്ടുന്നതിന് സമാനമായ അവസ്ഥയിൽ അവിടെയും അതിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് പ്രകാശം അവിടെ കിട്ടുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ഏതായാലും അത് 6.1 ദിവസം കൊണ്ടാണ് അതിൻ്റെ നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. എന്നിട്ടും അവിടെ ആ നക്ഷത്രം, ആ കുള്ളൻ നക്ഷത്രം വലിയ പ്രഭാവലയത്തിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയും ഒരു ഹാബിറ്റബിൾ സോൺ ഉണ്ടെന്നാണ് നമ്മൾ കണക്കാക്കി വെച്ചേക്കുന്നത്. ഇനി അടുത്തത് കെപ്ലർ 452b എന്ന് പറയുന്ന ഒരു ഗ്രഹമാണ്. അതും ഭൂമിയുടെ ഏറ്റവും സാദൃശ്യമുള്ളതുകൊണ്ട് അതിനെ ഭൂമിയുടെ കസിൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 2015 ഇതിനെ കണ്ടെത്തിയത്. ഇതിന് സൂര്യന് സമാനമായ ഒരു G ടൈപ്പ് നക്ഷത്രമാണ് ഇതിൻ്റെ ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം കുള്ളൻ നക്ഷത്രമാണെങ്കിൽ സൂര്യനെ പോലെ തന്നെ വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രത്തെയാണ് ഈ സംഗതി വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ജീവൻ്റെ സാധ്യത ഏറ്റവും കൂടുതലാണ് എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ ഭൂമിക്ക് സമാനമായി തന്നെ ഭൂമി 365 ദിവസം കൊണ്ട് പ്രദക്ഷിണം വെക്കുന്നുണ്ടെങ്കിൽ ഇത് 385 ദിവസം കൊണ്ട്. അപ്പോൾ അത്രയ്ക്ക് അകലത്തിൽ ഏറ്റവും അനുകൂലമായ സ്ഥലത്തു കൂടിയാണിത് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഏറ്റവും വലിയൊരു, പക്ഷേ എല്ലാം തികഞ്ഞൊന്നും കിട്ടില്ല, ഇത് ഭൂമിയേക്കാൾ 60% വരെ വലിപ്പം കൂടുതലുണ്ട് ഈ ഗ്രഹത്തിന്. അപ്പോൾ അത്രയും വലിപ്പം ഉള്ളത് കൊണ്ട് ഇവിടെ ഗുരുത്വാകർഷണം അതിഭീകരമായിരിക്കും. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു അടി പോലും എടുത്ത് വെക്കാൻ പറ്റില്ല. ഭയങ്കര ഗുരുത്വാകർഷണം, നമ്മൾ പിടിച്ചവിടെ വെക്കും. ഒന്ന് ഓടാനോ ചാടാനോ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പമായി പറയുന്നത്. പിന്നെ ഇവിടെ ഈ കെപ്ലർ 452b എന്ന് പറയുന്ന ഈ ഗ്രഹം, അത് ആശ്രയിക്കുന്ന മാതൃനക്ഷത്രം ഭൂമിയേക്കാൾ ഒരുപാട് പഴക്കം ചെന്നതാണ് എന്നും കൂടി പറയപ്പെടുന്നു. സൂര്യനേക്കാൾ 150 കോടി പ്രകാശവർഷം പഴക്കമുള്ള ഒരു ഗ്രഹമാണ്. പിന്നെ ഈ പറയുന്ന സംഗതി ഇവിടെ നിന്ന് 1400 പ്രകാശവർഷം അകലെ ആണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു കാലത്തും നമുക്ക് അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. ജമ്മത്ത് നടക്കില്ല, അതിനെക്കുറിച്ച് അറിഞ്ഞു വെക്കാനേ പറ്റുള്ളൂ. പിന്നെ ഒന്നുള്ളതാണ് ടീ ഗാർഡൻസ് ബി. ഇത് ഒരു സൂപ്പർ എർത്ത് ബാഹ്യഗ്രഹം, അതായത് നമ്മുടെ ഭൂമിയായിട്ട് വലിയ സാദൃശ്യമുള്ള സ്ഥലമായിട്ടാണ് ഇതിനെ കാണുന്നത്. 2019 ഇതിനെ കണ്ടെത്തിയത്. ഇവിടെ നിന്ന് 12.5 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏരീസ് എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹത്തിൽ ടീ ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ടീ ഗാർഡൻസ് ബി എന്ന് പറയുന്ന ഒരു ഗ്രഹമാണ് ഇത്. ഇപ്പോൾ ഭൂമിയേക്കാൾ ഏതാണ്ട് സാദൃശ്യമാണ് അവിടുത്തെ അവസ്ഥ. ഭൂമിയുടെ 1.05 മടങ്ങ് വലിപ്പം ഇതിനുണ്ട്. വലിയ വ്യത്യാസമില്ല. ഗുരുത്വാകർഷണം അതുകൊണ്ട് തന്നെ ഭൂമിക്ക് സമാനമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓടാനും ചാടാനും ഒക്കെ പറ്റും.
അവിടുത്തെ താപനിലയും വളരെ അനുകൂലമാണ്. 23 ഡിഗ്രി സെൽഷ്യസ് മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അവിടുത്തെ താപനില. അതുകൊണ്ട് തന്നെ അതൊരു ഹാബിറ്റബിൾ സോണിലുള്ള ഗ്രഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ മാതൃ നക്ഷത്രത്തിൽ നിന്ന്, സൂര്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ചൂട് എത്രയാണോ അതിനേക്കാൾ ഒരു 15% കൂടി സൗരോർജ്ജം അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഭൂമിയേക്കാൾ അനുകൂലമായ ജീവിത സാഹചര്യം അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ അവിടുത്തെ മാതൃ നക്ഷത്രം കുറെ കൂടി പ്രായം ചെന്നതാണ്. സൂര്യനേക്കാൾ 800 മുതൽ 1000 കോടി പിന്നെ പ്രകാശവർഷം അല്ല 1000 കോടി വർഷം പ്രായം ഈ നക്ഷത്രത്തിനുണ്ട്. അപ്പൊ ആ നക്ഷത്രത്തിന്റെ ആയുസിനെ കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്. കാര്യം സൂര്യൻ ഒരിക്കലും അസ്തമിക്കും നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന നക്ഷത്രം എപ്പോൾ അസ്തമിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പോൾ അവിടെ വളരെ ശാന്തമായ സംഗതിയാണ്. അതായത് ഇത്രയും വർഷം പഴകിയ ഒരു നക്ഷത്രം എന്ന നിലയിൽ അതിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ അളവ് വളരെ കുറവാണ്. ഈ പറയുന്ന ഈ ഗ്രഹം, ഈ ടീ ഗാർഡൻസ് ബി എന്ന് പറയുന്ന ഗ്രഹം ഈ പറയുന്ന മാതൃ നക്ഷത്രത്തോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു 4.9 ദിവസം കൊണ്ട് അത് മൊത്തം ചുറ്റി വരുന്നത്. അത്ര അടുത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അതിൻ്റെ നക്ഷത്രം വളരെ സൈലൻ്റായി നിൽക്കുന്നത് കൊണ്ട് അതിൽ നിന്നുള്ള വികിരണങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് അത് വളരെ ഹാബിറ്റബിൾ സോണിലാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഭൂമിക്ക് സമാനമായ ഇത് എത്ര പ്രകാശവർഷം കൊണ്ട് ഇവിടെ എത്താൻ കഴിയും? അതായത് ഇവിടെ നിന്ന് 12.5 പ്രകാശവർഷം. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു വോയേജർ പോയിട്ട് ഒരു പ്രകാശവർഷം പോലും ആയിട്ടില്ല, ഒരു പ്രകാശ ദിവസം പോലും ആയിട്ടില്ല. അതിന് എത്ര കാലം എടുക്കുമെന്ന് ഒരു പിടിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം സാധ്യതകളെ കുറിച്ച് നമ്മൾ ശാസ്ത്രജ്ഞർ കണ്ടുവച്ചിട്ടുണ്ട്. നിലവിലുള്ള ടെക്നോളജി വെച്ചിട്ട് അവിടെ എത്താൻ പറ്റില്ല. അത് മാത്രമല്ല, നിലവിലുള്ള ടെക്നോളജി വെച്ച് ഇതിനെ പൂർണ്ണമായി നിരീക്ഷിക്കാനും നമുക്ക് സാധിക്കില്ല. ചില അനുമാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു അനുമാനം മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിൽ പറ്റും കേട്ടോ.